ഞാൻ സിസ്റ്റർ ഡോക്ടർ ടെസ്സി, സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷൻ ഗൈനക്കോളജിസ്റ്റായിട്ട് സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രഗ്നൻസിയിലെ ആദ്യത്തെ 3 മാസങ്ങൾ, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ്. ഇതിനെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് മെൻസസിൻ്റെ ആദ്യത്തെ ദിവസം തുടങ്ങി 9 മാസം 7 ദിവസം കൊണ്ടാണ് പ്രഗ്നൻസി കാലഘട്ടം. അതായത് വേറെ വിധത്തിൽ പറയുകയാണെങ്കിൽ 40 ആഴ്ച, ഇനി അല്ലെങ്കിൽ 280 ഡേയ്സ് എന്ന് പറയും. ഇതിനകത്ത് ഫസ്റ്റ് 14 വീക്സ് വരെ, അതായത് 13 വീക്സിന് ലാസ്റ്റ് വരെയുള്ള സമയമാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിനകത്ത് ഉൾപ്പെടുന്നത്. പ്രഗ്നൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണിത്. എന്താണ് അങ്ങനെ പറയുന്നതെന്നല്ലേ നിങ്ങൾക്ക് സംശയം തോന്നാം. കാരണം ഈ 3 മാസത്തിനുള്ളിലാണ് കുഞ്ഞിന് അവയവങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ 6 ആഴ്ചയ്ക്കും 12 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞിന് പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഇതിനെ നമ്മൾ ഓർഗനോജെനസിസ് എന്ന് പറയും. അതുപോലെ തന്നെ അബോർഷൻ ഉണ്ടാകുന്നതിൽ 80% ഈ 3 മാസത്തിനുള്ളിലാണ് സംഭവിക്കുക. അപ്പോൾ ആ 2 കാരണങ്ങൾ തന്നെ ഇത് പ്രധാനപ്പെട്ട കാലഘട്ടമായി മാറി. ഇനി എന്താണ് അമ്മയ്ക്ക് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്, കുഞ്ഞിനെ സംഭവിക്കുന്നത് പറയാം. അമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് അതിൻ്റെ ഉൽപ്പാദനം കൂടുതലായതുകൊണ്ട്, അതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലായതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇനി ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും എപ്പോഴാണ് പ്രഗ്നൻസി എങ്ങനെയാണ് സംഭവിക്കാമെന്ന്. പ്രഗ്നൻസി എല്ലാ പ്രഗ്നൻസി ഫെർട്ടിലൈസേഷനോട് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. അത് സംഭവിക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഒരു അമ്മയുടെ അണ്ഡവാഹിനി കുഴൽ അഥവാ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഏകദേശം 3 to 4 ഡേയ്സ് അതിനകത്ത് കുഞ്ഞ് ഗർഭാശയത്തിലെത്താൻ സമയമെടുക്കും. ഇതിനിടയിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് തുടങ്ങും. അതിനുശേഷമാണ് ഗർഭാശയത്തിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്ത് വന്ന് ഉറക്കുക എന്ന് പറയുന്നത്. ചിലരിലെല്ലാം ഈ സമയത്ത് ഒരു ചെറിയ ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനൊരു ബ്ലീഡിങ് കണ്ടാൽ നമുക്ക് 2 സംശയം തോന്നാം. ഒന്ന്, അബോർഷൻ്റെ ഏർലി സൈൻസ് ആണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്. അതേസമയം ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഹാംലെസ് ആണ്, പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തതാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയണം ഏതാണ് ഈ ബ്ലീഡിങ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എവിടെ വെച്ച് നടക്കുന്നു, എങ്ങനെ ഗർഭാശയത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. പിന്നീടുള്ള വളർച്ചയിലും ഗർഭാശയത്തിൽ തന്നെയാണ് കേട്ടോ. ഇനി അമ്മയിലുണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റി പറഞ്ഞു തുടങ്ങിയത് നമ്മൾ. അതിനകത്ത് പ്രധാനമായിട്ടും ഹോർമോൺ, അതായത് പ്രൊജസ്ട്രോൺ കൂടുന്നതുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒന്നാണ് നോസിയ, ഹാർട്ട് ബേൺ. നോസിയ എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കാൻ തോന്നൽ, അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ.